സദ്വേഷണം 2026 മാർച്ച് 2-ാം തീയതി പൗർണമി ദിനത്തിൽ രാവിലെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൽ നിന്ന് സന്യാസദീക്ഷ സ്വീകരിച്ച ജനനി സമൃദ്ധ ജ്ഞാനതപസി ദേഹവിയോഗം ചെയ്യുകയുണ്ടായി. ആ ജന്നിക്കുള്ള സ്മരണാഞ്ജലിയായിട്ടാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വായിക്കാം. ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ച ശേഷം പല സന്യാസിമാരുടെയും ദേഹവിയോഗം സംഭവിക്കുകയുണ്ടായി. ഗുരുധർമ്മ സംരക്ഷണ സംഘം ജനനി സമൃദ്ധ ജ്ഞാനതപസ്വിനിയുടെ ദേഹവിയോഗത്തിൽ ജനനിയുടെ ജീവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജനനിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ച ശേഷം ഗുരുവിൻ്റെ പർണശാലയ്ക്ക് ഒരിക്കലും ഒരു കേടുവരാത്ത രീതിയിൽ ഒരു ആവരണ സൗധം കെട്ടി പർണശാലയെ സംരക്ഷിക്കണമെന്ന് ഗുരു അറിയിച്ചതായി ദർശനത്തിൽ കണ്ടുവെന്ന് പരമ്പരയെ അറിയിച്ച ഇപ്പോൾ ശിഷ്യഭൂത എന്നറിയപ്പെടുന്ന അമൃതാജ്ഞാന തപസ്വിനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം പർണശാല ഇടിച്ചു എന്നുവെച്ചാൽ ഗുരുവിൻ്റെ യഥാർത്ഥ പർണശാല ഇടിച്ചു കളഞ്ഞ് അവിടെ ഒരു കോൺക്രീറ്റ് സൗധം കെട്ടാനാണ് ഗുരു അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പർണശാല യഥാർത്ഥ പർണശാല നശിപ്പിച്ചു കളഞ്ഞു. ഗുരു ശരീരത്തിൽ ഇരുന്നപ്പോൾ തന്നെ പർണശാല ഒരിക്കലും നശിപ്പിക്കരുതെന്നും അതിനൊരു ആവരണ സൗധം കെട്ടി ഉണ്ടാക്കി സംരക്ഷിക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃതാജ്ഞാന തപസ്വിനിയും കൂട്ടരും പർണശാല നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആശ്രമത്തിനകത്ത് എത്ര പേർ സന്യാസിമാരോ ഗൃഹസ്ഥാശ്രമികളോ ആയിട്ടുള്ള ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ജനനി എന്തിനാണ് അപ്പോൾ വാക്കുമാറ്റി പറയുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിച്ച സമൃദ്ധ ജനനി അതിന് പ്രതികരിച്ചിരുന്നു. അതിനുള്ള ശിക്ഷ എന്ന ഈ നിലയിൽ അമൃതാജനിക്ക് ശാരീരിക വൈകല്യമുള്ള ഒരു സ്ത്രീ വിഷം കൊടുക്കുന്നതായി ദർശനത്തിൽ കണ്ടുവെന്ന് ആശ്രമ ഭരണാധികാരികൾ പല സന്യാസിമാരെ കൊണ്ടും ഗൃഹസ്ഥാശ്രമങ്ങളെ കൊണ്ടും പറയിപ്പിക്കുകയും സമൃദ്ധാജന്യെ പാലക്കാടേക്ക് സ്ഥലം മാറ്റുകയും അവിടെ വെച്ച് മറ്റൊരു ജന്യെ കൊണ്ട് നിരന്തരം മാനസികമായി പീഡിപ്പിച്ച് സമൃദ്ധാജന്യക്ക് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരെ എത്തിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതികരിച്ച ജനനി സമൃദ്ധ ജ്ഞാനതപസ്വിനിക്ക് ഗുരുധർമ്മ സംരക്ഷണ സംഘം സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ജനനിയുടെ ജീവന് ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ട നന്മ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം കിളിമാനൂർ കൊടുവഴന്നൂർ ഭാഗത്ത് കൊച്ചുവിള വീട്ടിൽ ശ്രീ ദാമോദരൻ ശ്രീമതി സരോജിനി ദമ്പതികളുടെ 6 മക്കളിൽ മൂന്നാമത്തെയാളാണ് ശൈലജ എന്ന പൂർവാശ്രമ നാമത്തിൽ പേരുണ്ടായിരുന്ന ജനനി സമൃദ്ധ ജ്ഞാനതപസ്വിനി. ജനിച്ചത് ഒരു ഇടത്തരം വീട്ടിൽ. 14-ാമത്തെ വയസ്സിൽ പെട്ടെന്നൊരു പനി വന്ന് നടക്കാൻ വയ്യാതെ കിടപ്പിലായി. 2.5 വർഷത്തെ ചികിത്സ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിച്ചേർന്നെങ്കിലും കാലിന് ചെറിയൊരു വൈകല്യം ഉണ്ടായി. എങ്കിലും ജനനി BA വരെ പഠിക്കുകയും PSC ഓഫീസിൽ ജോലി നേടുകയും ചെയ്തു. 1984 ബ്രഹ്മശ്രീ കരുണാകര ഗുരു സമൃദ്ധ ജ്ഞാനതപസ്വിനിക്ക് സന്യാസദീക്ഷ കൊടുത്തു. സാധാരണഗതിയിൽ വൈകല്യം ഉള്ളവർക്ക് സന്യാസം കൊടുക്കുന്ന പതിവില്ലെങ്കിലും ജനനിയുടെ കുടുംബത്തിൽ ജനനിക്കാണ് സന്യാസമുള്ള ഭാഗ്യമെന്നാണ് ഗുരു പറഞ്ഞ് സന്യാസദീക്ഷ നൽകിയത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ സന്യാസിയാകുമ്പോൾ കുടുംബത്തിന് കുലശുദ്ധി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്വന്തം കുടുംബത്തിലെ പിതൃക്കളുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ജീവന്റെ നന്മയ്ക്കുതകുന്ന കർമ്മം സന്യാസിയിലൂടെ സംഭവിക്കണം. സന്യാസിക്ക് തെറ്റുപറ്റിയാൽ ഗൃഹസ്ഥാശ്രമികൾ തിരുത്തണം, ഗൃഹസ്ഥാശ്രമിക്ക് തെറ്റുപറ്റിയാൽ സന്യാസി തിരുത്തണം. ഇതായിരുന്നു ശാന്തിഗിരിയിൽ സന്യാസിയും ഗൃഹസ്ഥാശ്രമിയും തമ്മിലുള്ള ബന്ധം. സന്യാസിനെ ആകുമ്പോൾ ജന്നി PSC ഓഫീസിൽ ജോലി നോക്കുകയാണ്. സന്യാസി ആയതിനു ശേഷവും ജോലിയിൽ തുടർന്നു. 1989 തൻ്റെയും വീടിൻ്റെയും വേദനകൾക്കൊരു പരിഹാര കർമ്മം ഗുരുമുഖത്ത് നിന്ന് പറഞ്ഞു കിട്ടണമെന്ന് ജന്നി ഗുരുവിനോട് അപേക്ഷിച്ചു. അപേക്ഷ കേട്ട് നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ ചെയ്യാൻ ഗുരു അനുവാദം കൊടുത്തു. അന്ന് ജന്നി ചെയ്ത സങ്കല്പം പ്രകാരം 27 നക്ഷത്രം, 12 രാശി, 9 ഗ്രഹം, 7 സപ്തർഷികൾ, 3 ത്രിമൂർത്തികൾ എന്ന കണക്കിൽ മാസം തോറും ഓരോ ഗുരുപൂജ വെച്ച് 58 ഗുരുപൂജ നടത്തി. അവസാനത്തെ ഗുരുപൂജയായ 59-ാമത്തെ ഗുരുപൂജയിൽ ഗുരുവിനെ ഇരുത്തി ആരാധിക്കണമെന്ന് സങ്കല്പിച്ച് 1994 മാർച്ച് 30-ാം തീയതിയാണ് 59-ാമത്തെ പൂർത്തീകരണ ഗുരുപൂജ നടത്തുന്നതിന് ഗുരു അനുവാദം കൊടുത്തത്.
59-ാം ഗുരുപൂജ ദിവസം 59 വിളക്ക് വാങ്ങി 27, 12, 9, 7, 3 എന്ന കണക്കിൽ 57 വിളക്കുകൾ വെച്ചു. അതിൻ്റെ മധ്യത്തിൽ ഗുരു സങ്കല്പത്തിലുള്ള 59-ാമത്തെ വലിയ വിളക്ക് വെച്ചു. ഉച്ചക്ക് 11 മണിക്കാണ് പൂജ നടന്നത്. ഈ സങ്കല്പ കർമ്മത്തെക്കുറിച്ച് ഗുരു പറഞ്ഞത്, ഒരു സന്യാസിക്ക് അവരുടെ വീടിന് വേണ്ടി ഇങ്ങനെ ഒരു സങ്കല്പം ചെയ്യേണ്ട ആവശ്യമില്ല. തൻ്റെയും വീടിൻ്റെയും ദോഷം തീരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സങ്കല്പം നടത്തിയതെങ്കിലും ദൈവം ഇത് പരമ്പരയുടെ മഹത്തായ കർമ്മമാക്കി മാറ്റി എന്നാണ്. പിറ്റേ ദിവസം 1994 മാർച്ച് 31 12 മണിക്കാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ തിരിതെളിക്കൽ കർമ്മം നടന്നത്. ആ അവസരത്തിൽ 30-ാം തീയതി ഗുരു സങ്കല്പമായി വെച്ചിരുന്ന വിളക്ക് സമൃദ്ധാജന്യെ കൊണ്ട് ഗുരു തെളിയിച്ചത്. മനസ്സിലായി? അപ്പം ഈ ജന്യക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു തെറ്റ് കണ്ടാൽ, ഗുരുമുഖത്ത് നിന്ന് പഠിച്ച കാര്യങ്ങളിൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ആദ്യകാലം തന്നെ ആർജവം ഉണ്ടായി. അതിന് ജന്യക്ക് ഒരുപാട് വില നൽകേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ജന്യയുടെ ആ ഒരു വൈകല്യത്തെ, ഒരു എന്താ പറയുക, അസുഖബാധിതമായിട്ട് വന്ന ആ വൈകല്യത്തെ മുതലെടുത്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പല ജന്യമാരെ കൊണ്ടും പല സന്യാസിനിമാരെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ചത്, ഗൃഹസ്ഥാശ്രമങ്ങളെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ചത്, വൈകല്യമുള്ളൊരു സ്ത്രീ അമൃതാജന്യക്ക് വിഷം നൽകാൻ പോകുന്നു. മനസ്സിലായ? അങ്ങനെ ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാലക്കാടേക്ക് പിടിക്കും ഈ ജന്യന്. അങ്ങനെ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയണതല്ല. റെക്കോർഡ്സായിട്ടെന്ന് പറഞ്ഞാൽ ഈ അമൃതാജന്യ ഇവിടുത്തെ അന്നത്തെ ആശ്രമ അധികാരികളോട്ട് വഴക്കിട്ട് ഇവർക്ക് ഇവിടെ പ്രിവിലേജ് കിട്ടാതെയപ്പോൾ, ഗുരുവിൻ്റെ ആ ഗുരുവാണികളിൽ പറയുന്ന പോലെയുള്ള ഭരണ സംവിധാനം വരുത്താൻ ശ്രമിച്ചപ്പോൾ ഇവരിവിടെ നിന്ന് പിണങ്ങിപ്പോയി. ഗുരു എൻ്റെ കൂടെയാണ് വരുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഗുരു എന്നിലൂടെ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചന്ദ്രൂര് വന്ന് അവിടുത്തെ നാട്ടുകാരെയും വിശ്വാസികളെയും ഒക്കെ കയ്യിലെടുത്ത്, ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കൈമണിയടിച്ച് കയ്യിലെടുത്തിട്ട് ഇവരവിടെ കുറേ പരിപാടികൾ കാണിച്ചു, നാടകങ്ങൾ കാണിച്ചു. അന്ന് ഇവരവിടെ സംസാരിക്കുന്ന ഒരു ഓഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യാം. അത് കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും സമൃദ്ധാജന്യെക്കുറിച്ച് അന്നേ അവർ പരാമർശിക്കുന്നുണ്ട്. മനസ്സിലായ? ആ ഒരു കാര്യത്തിൽ എഴുതി വെച്ച് വായിക്കുന്നതിൽ സമൃദ്ധാജന്യയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് എന്ന് വെച്ചാൽ, തെറ്റെന്താണ് തെറ്റ്? അമൃതാജന്യം മാറ്റി മാറ്റി പറഞ്ഞ് ഗുരുവിൻ്റെ പർണശാല ഇടിച്ചു പൊളിച്ച് കളയാൻ ശ്രമിക്കുന്നു. മനസ്സിലായി? അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ അമൃതാജന്യയുടെ കുൽസിത പ്രവൃത്തികൾ ചോദ്യം ചെയ്ത പലരെയും പല രീതിയിൽ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജന്നി അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഒരു തെറ്റ് കണ്ടപ്പോൾ, ഗുരുവിൽ നിന്ന് പഠിച്ചൊരു കാര്യം തെറ്റാണെന്ന് കണ്ടപ്പോൾ തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവം കാണിച്ചു. അതിന് പിൽക്കാലത്ത് എന്ത് കൊടുക്കാൻ വില നൽകേണ്ടി വരും അതൊന്നും ചിന്തിച്ചില്ല. മനസ്സിലായോ? നമ്മുടെ രഞ്ജൻ സാറിൻ്റെ സഹോദരിയാണ്, തിലകണ്ണൻ്റെ സഹോദരിയാണ് ജന്നി. അവർ 6 മക്കളാണ്. അപ്പോൾ ജന്നിക്കയുടെ ജീവന് ഗുരുവിൽ നിന്ന് എന്ത് നന്മയാണോ കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടി എൻ്റെ വ്യക്തിപരമായിട്ടും സംഘടനാ തലത്തിൽ ഗുരുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സദ്ഗുരു ശർമ്മ.